യൂട്യൂബിലെ വീഡിയോസ് പരസ്യമില്ലാതെ എങ്ങനെ കാണാം? പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണിത്. എന്നാൽ നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെ എല്ലാ വീഡിയോസും പരസ്യമില്ലാതെ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രിക്സ് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് യൂട്യൂബിൽ ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരുപാട് വീഡിയോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് യൂട്യൂബിൽ പരസ്യമില്ലാതെ വീഡിയോ കാണുന്നത് എങ്ങനെയെന്ന് ആദ്യം നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ താഴെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ മുകളിൽ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ തന്നെ ജനറൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓഫിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ ഓൺലി എന്നോ അല്ലെങ്കിൽ ഓൾവേസ് ഓൺ എന്നോ നിങ്ങൾ മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഓൾവേസ് ഓൺ എന്ന ഭാഗം മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഭാഗം ഓൾവേസ് ഓൺ എന്ന ഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് സാധാരണ പോലെ ഇവിടെ സ്ക്രോൾ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് വീഡിയോൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലും ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുന്നത്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എങ്കിൽ ഇവിടെ ആ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അവസരം ഈ വീഡിയോയിലുണ്ട്. കണ്ടോ? അങ്ങനെ നമുക്ക് ഏത് വീഡിയോവും പരസ്യമില്ലാതെ, നേരെ മറിച്ച് ഈ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരസ്യം വരും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏത് വീഡിയോ ആണെന്ന് നമുക്ക് കാണേണ്ടത് അത് നോക്കിയിട്ട് നമുക്ക് പ്ലേ ചെയ്യിക്കാം. ഇനി നമുക്ക് ഇങ്ങനെയല്ല കാണേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു ചാനലാണ് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ബാറിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇവിടെ സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ചാനലാണ്. ഞാനിപ്പോൾ സെർച്ച് ചെയ്തു. എൻ്റെ വീഡിയോസുകൾ മൊത്തം ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ആ വീഡിയോ പ്ലേ ആവുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആരുടെ ചാനലാണ് കാണേണ്ടത് ആ ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്കിവിടെ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. സൗണ്ട് കേൾക്കണമെങ്കിൽ ഈ ഒരു സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. പരസ്യമില്ലാതെ നമുക്ക് ഇങ്ങനെ ഏത് വീഡിയോസും കാണാൻ സാധിക്കുന്ന ഒരു ട്രിക്ക് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. സാധാരണ ഇങ്ങനെ കാണുന്ന പോലെയല്ല, ഞാൻ സാധാരണ പോലെ പ്ലേ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു വീഡിയോ. ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ സൗണ്ട് കുറക്കാം. അതിൻ്റെ സൗണ്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടി കാണണം. നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യും. അതിനുശേഷം താഴെ ഇവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന ഭാഗത്ത് നമ്മളൊന്ന് ടാപ്പ് ചെയ്യും. അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്പീഡ് കൂട്ടണം കുറക്കണം എന്ന് ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിൽ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്പീഡ് കൂടിയിട്ട് അത് പോകുന്നതായിട്ട്. അതായത് 2x ആ ഒരു സ്പീഡ് അവിടെ ഒരു ഏരോ മാർക്കും കാണുന്നുണ്ട്. വളരെ സ്പീഡായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ആവുന്നത്. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സ്പീഡ് കൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടി കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ആ ഒരു റെഡ് മാർക്ക് കാണുന്ന ആ ഒരു ലൈന്, അവിടുന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ കള്ളികളായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്.
നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അത് ഇങ്ങോട്ട് അങ്ങോട്ടുമൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എനിക്കിപ്പോൾ ഈ ഭാഗമാണ് വേണ്ടതെങ്കിൽ ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഇപ്പം പ്ലേ ആകുക. വീണ്ടും നമുക്കിവിടെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യേക ഭാഗം നമുക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഭാഗമാണ് വേണ്ടതെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഭാഗമാണ് ഇവിടെ പ്ലേ ആകുക. ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്ന സമയത്ത് പല ടിപ്സുകളും ട്രിക്സുകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.